ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് PSG FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടന്നിട്ടുള്ളത്. ബാഴ്സയ്ക്ക് ഈ മത്സരത്തിൽ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. PSG തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത്. അർഹിച്ച വിജയമാണ് PSG സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ മത്സരത്തിന് മുന്നേ ലാമിൻ യമാലിൻ്റെ ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ വലിയ രൂപത്തിൽ വിവാദമായിരുന്നു, അല്ലെങ്കിൽ ചർച്ച നേടിയിട്ടുണ്ട്. അതായത് താൻ തിരിച്ചെത്തിയിരിക്കുന്നു, തൻ്റെ മിഷനും തിരിച്ചെത്തിയിരിക്കുന്നു എന്നായിരുന്നു യമാൽ പറഞ്ഞിരുന്നത്. അതായത് PSG താൻ തോൽപ്പിക്കും എന്ന ഒരു കോൺഫിഡൻസിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കൂടാതെ തനിക്ക് യാതൊരുവിധ സമ്മർദ്ദവും ഇല്ല എന്ന് ലാമിൻ യമാൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ യമാൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ വീട്ടീഞ്ഞ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഇതൊന്നും തങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് വീട്ടീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിന് മുൻപ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകും എന്ന കാര്യം ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ ആരും അതിനെ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനുമില്ല, ഞങ്ങൾ കാര്യമാക്കി എടുക്കാറുമില്ല. ഇതാണ് വീട്ടീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു അർത്ഥത്തിൽ മാത്രമേ അതിന് കണ്ടിട്ടുള്ളൂ, അതിന് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല എന്നാണ് വീട്ടീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബിഗ് മാച്ചുകൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള സ്റ്റോറികൾ ഇപ്പോൾ പതിവാക്കിയിരിക്കുകയാണ് യമാൽ. പക്ഷെ അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നേരത്തെ നാഷൻസ് ലീഗിന്റെ ഫൈനലിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു, അഥവാ സ്പെയിൻ പരാജയപ്പെട്ടിരുന്നു. അതുപോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇടുന്നു, പിന്നാലെ അദ്ദേഹത്തിന്റെ ടീം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.